ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഗ്രാമറിന്റെ ഒരു ക്ലാസ് ആയിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സ്ക്ലമേറ്ററി ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്ക്ലമേഷൻ മാർക്സ് എങ്ങനെയൊക്കെ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുക എന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം എക്സ്ക്ലമേഷൻ മാർക്സ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആൻഡ് എക്സ്ക്ലമേഷൻ മാർക്സ് യൂഷ്വലി ഷോ സ്ട്രോങ് ഫീലിങ്സ് സച്ച് ആ സർപ്രൈസ്, ആങ്കർ ഓർ ജോയ്. ഇപ്പൊ നമ്മൾ എക്സ്ക്ലമേഷണറി മാർക്ക് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫീലിങ്സ് വരും. അതായത് ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം വരുമ്പോഴൊക്കെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്ക് യൂസ് ചെയ്യുന്നത്. യൂസിങ് ആൻ എക്സ്ക്ലമേഷൻ മാർക്സ് വെൻ റൈറ്റിംഗ് ഇൻ rather like shouting or raising your voice when speaking. Exclamation marks are most commonly used in writing quotes speech. You should avoid using exclamation marks in formal writing unless absolutely necessary. അതായത് നമ്മൾ ഫോർമലായിട്ട് എന്തെങ്കിലും ഷൗട്ട് ചെയ്യുന്നതോ ഫോർമലായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല. അല്ലാത്തതിന് നമ്മൾ ഇപ്പൊ സ്പീച്ച് ഒക്കെ എഴുതുക എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനൊന്നും നമ്മൾ എക്സ്ക്ലമേറ്ററി മാർക്സ് നമ്മൾ അവോയ്ഡ് ചെയ്യും. അതിനൊന്നും നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പൊ അത് കോമൺലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമ്മളിപ്പം അൺനെസസറി നമ്മൾ യൂസ് ചെയ്യാത്തത് നമ്മളിപ്പം ഇതിനൊക്കെ സ്പീച്ച് ഒക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺവെർസേഷനിൽ അങ്ങനെ സംസാരിക്കുമ്പോൾ അതിലൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നു. കൂടുതലും എഴുതുന്നതിനാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ ഷൗട്ട് ചെയ്തു അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ സ്റ്റോറീസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷ് സ്റ്റോറീസ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിൽ എക്സ്ക്ലമേറ്റീവ് മാർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഷൗട്ടിങ് ഒരു ഹാപ്പിനെസ് ഒക്കെ വരുമ്പോൾ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യൂസ് ആൻ എക്സ്ക്ലമേഷൻ മാർക്സ് ടു ഇൻഡിക്കേറ്റ് സ്ട്രോങ് ഫീലിങ്സ് ഓർ എ റേസ്ഡ് വോയിസ് ഇൻ സ്പീച്ച്. അതായത് നമ്മൾ സ്ട്രോങ് ഫീലിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഒരു ഫീലിങ്സ് ആണത്. ഹാപ്പി, സാഡ് അല്ലെങ്കിൽ ദേഷ്യം വരിക, അതിനൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഷീ ഷൗട്ടഡ് അറ്റ് ഹിം, ഗോ എവേ എന്ന് പറയുമ്പോൾ നമ്മൾ അവർ ഒരു എക്സ്ക്ലമേറ്റീവ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു ഷൗട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞാലും ഇതിന് ഇഷ്ടമല്ല, അപ്പൊ അതിലും നമ്മൾ എക്സ്ക്ലമേറ്റീവ് മാർക്ക് കൊടുക്കുന്നുണ്ട്. യു എക്സ്ക്ലെയിംഡ് വാട്ട് എ ഫെന്റാസ്റ്റിക് ഹൗസ് യു ഹാവ്, ഓ നിന്റെ വീട് കാണാൻ നല്ല ഭംഗിയാണ് എന്ന് പറയുമ്പോഴത്തേക്കും അവരൊരു എക്സ്ക്ലമേറ്റീവ് മാർക്ക്, അതൊരു സർപ്രൈസ് പോലെയാണ് നമുക്ക് തോന്നുക. ഗുഡ് ഹാർവെസ്റ്റ്, ഗുഡ് ഹെവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ക്ലമേറ്റീവ് മാർക്ക് കൊടുക്കാറുണ്ട്. ഈ സെഡ്, ഈസ് ദാറ്റ് ട്രൂ, അത് സത്യമാണോ എന്ന രീതിയിലും നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുള്ളത്. ഹെൽപ്പ്, പിന്നെ ഷട്ടാപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എക്സ്ക്ലമേറ്റീവ് മാർക്ക്, സ്റ്റോപ്പ് അതിനൊക്കെ യൂസ് ചെയ്യും. മെനി ഇന്റർജെൻഷൻ നീഡ് ആൻഡ് എക്സ്ക്ലമേഷൻ മാർക്സ്. മെനി ഇന്റർജെൻഷനിൽ വരുമ്പോഴത്തേക്കും ഒത്തിരി ആവശ്യമായിട്ട് വരും. ഹൈ എന്ന് പറഞ്ഞിട്ട് വാട്ട്സ് ന്യൂ, ഹോ വെൻ യു ആർ ഗോയിങ്, ഓച്ച് ദാറ്റ്സ് ഹേർട്ട്, അതൊക്കെ നമ്മൾ എക്സ്ക്ലമേറ്റീവ് മാർക്ക് യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ്. എ നോൺ ക്വസ്റ്റ്യൻ സെന്റൻസ് ബിഗിനിങ് വിത്ത് വാട്ട് ഓർ ഹൗ ഈസ് ഓഫ്റ്റൻ, എന്താണോ അല്ലെങ്കിൽ എന്തിനാണോ നമ്മൾ അത് യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ സെന്റൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ആൻ എക്സ്ക്ലമേഷൻ ആൻഡ് റിക്വയർസ് ആൻ എക്സ്ക്ലമേഷൻ, അപ്പോഴാണ് നമുക്ക് എക്സ്ക്ലമേഷന്റെ മാർക്ക് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നത്. വാട്ട് ഇഡിയറ്റ് വി ആർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവരെയും ഇടാറുണ്ട് മാർക്സ്. വി ആർ സച്ച് ഇഡിയറ്റ്സ്. ഹൗ പ്രിറ്റി ഷീ ലുക്ക്ഡ് ഇൻ ദാറ്റ് ഡ്രസ്, ആ ഡ്രസ്സിൽ അവളെ കാണാൻ എന്ത് നല്ല ഭംഗിയാ എന്ന് പറയുമ്പോൾ എക്സ്ക്ലമേറ്റീവ് മാർക്ക് വരും. ഷീ ലുക്ക്ഡ് വെരി പ്രിറ്റി ഇൻ ദാറ്റ് ഡ്രസ്. വെരി ഇൻഫോർമലി വരുമ്പോഴത്തേക്കും റൈറ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ, ലെറ്റർ ഓർ ഇമെയിൽ. പീപ്പിൾ സംടൈംസ് യൂസ് 2 or more എക്സ്ക്ലമേഷൻ മാർക്സ് ടുഗദർ. ചില ആൾക്കാർ 1, 2, 3 ഒക്കെ യൂസ് ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, സ്റ്റോറി ബുക്സിലൊക്കെ വായിക്കുമ്പോൾ 1, 2, 3 എന്നൊക്കെ ഓവർ ഫീലിങ്സ് അല്ലെങ്കിൽ ഓവർ എക്സ്പ്ലനേഷൻ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഐ മേറ്റ് ജോൺ എസ്റ്റർഡേ, ഈ സോ ഹാൻസം എന്ന് പറയുമ്പോഴത്തേക്കും 1, 2, 3 നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. റിമെമ്പർ ഡോണ്ട് ബി ലേറ്റ്, നിങ്ങൾ ഒത്തിരി ലേറ്റ് ആവരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എക്സ്ക്ലമേറ്റീവ് മാർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഐ വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ദിസ് ലാംഗ്വേജ്, എനിക്ക് ഈ ഒരു ഭാഷ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാളെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ റിമെമ്പർ ട്രൈ ടു അവോയ്ഡ് എക്സ്ക്ലമേഷൻ മാർക്സ് ഇൻ ഫോർമൽ റൈറ്റിംഗിന് നമ്മളൊന്നും യൂസ് ചെയ്യത്തില്ല. സച്ച് ആസ് ആൻ എസ്സേ ഓർ ബിസിനസ് ലെറ്റർ. ഇപ്പൊ നമ്മൾ ബിസിനസ്സിലേക്ക് ലെറ്റർ എഴുതാന്ന് അല്ലെങ്കിൽ നമ്മൾ എസ്സേ എഴുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ്ക്ലമേറ്റീവ് മാർക്ക് യൂസ് ചെയ്യത്തില്ല. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ്, ഇതൊക്കെ രീതിയിലാണ് നമ്മൾ എക്സ്ക്ലമേറ്റീവ് മാർക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഫോർമലി കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ സ്റ്റോറി ഒക്കെ എഴുതുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മൾ അൺനെസസറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇപ്പൊ നമ്മൾ ഓഫീസിലാണ്, നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്ത് അയക്കണം അല്ലെങ്കിൽ ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല എക്സ്ക്ലമേറ്റീവ് മാർക്ക്. ഓക്കെ, ഇപ്പൊ ഒരാൾ നമ്മൾ ഷൗട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല.
കൂടുതൽ നമുക്ക് റിട്ടേണിലാണ് നമുക്ക് എക്സ്ക്ലമേറ്റീവ് മാർക്ക് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിന്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ വിളിക്കുമ്പോൾ പറയുന്നതായിരിക്കും. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ മടിയുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ വിചാരിക്കും എന്നൊന്നും നിങ്ങൾ എൻ്റെ അടുത്തൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും സി യു.